CAA നടപ്പാക്കില്ലെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന വാദം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൗരത്വ നിയമം കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ സൗകര്യമില്ലെന്ന് MM ഹസൻ പറഞ്ഞിട്ടില്ലെന്നും ഹസന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ വാർത്താസമ്മേളനത്തിൽ നടത്തിയ ഈ വിവാദ പരാമർശമായിരുന്നു വിഷയം. ഞങ്ങൾക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ നിർബന്ധമില്ലാത്തതുകൊണ്ട്, മതേതര ജനാധിപത്യ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ആവശ്യത്തിന് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ അതേ ചോദ്യം താങ്കൾ ചോദിച്ചതുകൊണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതനുസരിച്ച് ഞങ്ങളുടെ പ്രകടന പത്രിക എഴുതാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. പൗരത്വ നിയമം കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ സൗകര്യമില്ലെന്ന ഈ പരാമർശം കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണോ എന്നായിരുന്നു ചോദ്യം. അങ്ങനെ ഹസൻ പറഞ്ഞിട്ടേയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഹസന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നു എന്ന വിചിത്രവാദവും പ്രതിപക്ഷ നേതാവ് ഉയർത്തി. അതേ അങ്ങനെയൊന്നും പറഞ്ഞില്ല, നിങ്ങൾ ആ പറഞ്ഞതിനെ വളച്ചൊടിക്കുക. MM ഹസൻ അങ്ങനെ പറയും. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന വാദം പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. CAA എന്നൊരു വാക്കുപോലും ഇല്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം ചൂണ്ടിക്കാട്ടിയപ്പോൾ കരിനിയമം നടപ്പാക്കില്ലെന്ന് പ്രകടന പത്രികയിലുള്ളതായി പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു. എന്തിനാ CAA എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ഭരണഘടനാപരമായ നിയമങ്ങളും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ നിയമങ്ങളും. ഞങ്ങളുടെ കേസ് എന്താ? ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തെന്നാണ്. നിങ്ങളാരും അല്ലല്ലോ പാർലമെൻറ്റിൽ പ്രസംഗിച്ചത്. CPM നേതാക്കളൊന്നും അല്ല പാർലമെൻറ്റിൽ പ്രസംഗിച്ചത്. പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് ശശി തരൂരാണ് ലീഗൽ ഒബ്ജക്ഷൻ റൈസ് ചെയ്തത്. ആർട്ടിക്കിൾ 14 15 വയലേഷനാണ് പൗരത്വ നിയമം. അത് നടപ്പാക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞത്. അതാണ് ഞങ്ങളുടെ നിലപാട്. LDFും BJPയും തമ്മിൽ പരസ്യ കൂട്ടുകെട്ടാണെന്നും അത് മറച്ചുവെക്കാനാണ് UDFിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.